നമസ്കാരം. RSS ഉന്നത നേതാവ് റാം മാധവുമായി ADGP MR അജിത് കുമാർ കോവളത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒപ്പം കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ ആ ഉറ്റ ബന്ധുവിനെയാണ്. അതുകൊണ്ടാണ് ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനാവാതെ സർക്കാർ സമ്മർദ്ദത്തിലായതിന് കാരണമെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ബന്ധുവിനെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവും ADGPക്ക് ഉണ്ടായിരുന്നില്ലെന്നും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച ദുരൂഹമാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റാം മാധവ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന്റെ കോൺക്ലേവിനെത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയെയും കടുത്ത പ്രതിരോധത്തിലാക്കുന്നതാണ് ബന്ധുവിനെയും കൂട്ടിയുള്ള ADGPയുടെ ദുരൂഹ സന്ദർശനം. കേരള കൗമുദിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തലസ്ഥാനത്തെ RSS നേതാവും മറ്റൊരാളും ഒപ്പമുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ബിസിനസ്സുകാരനും ഉണ്ടായിരുന്നു. ഇയാൾ ചെന്നൈ കേന്ദ്രീകരിച്ച് ക്രെഡിറ്റ് സൊസൈറ്റി നടത്തുന്ന വ്യക്തിയാണ്. സാമ്പത്തിക ഇടപാടുകളാണ് ഇയാളുടെ പ്രധാന ബിസിനസ്. 2023 മെയ് 23 തൃശൂരിൽ RSS നേതൃത്വത്തിലെ രണ്ടാമനായ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ കണ്ടതിന് പിന്നാലെ ജൂൺ 2 കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച. ഇന്നലെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ കണ്ട പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമും ഈ ദുരൂഹ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നതായി അറിയുന്നു. ഇത് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ DGP ശേഖരിച്ചു. കോവളത്തെ കൂടിക്കാഴ്ച സംബന്ധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായ റിപ്പോർട്ട് ചെയ്തിട്ടും ഇക്കാര്യത്തിൽ ഒരു ചോദ്യം പോലും ഉയരാതിരുന്നതും ശ്രദ്ധേയമായി. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെടുത്തി പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുന്നതും ഈ സംശയത്തിലൂന്നിയാണ്. ബന്ധുവിന്റെ സാന്നിധ്യം ഏറെ ചർച്ചയാകാൻ ഇടയുണ്ട്. 2023 മെയ് 22 തൃശൂരിൽ RSS ക്യാമ്പിൽ വെച്ച് ദത്താത്രേയ ഹൊസബളയെ കണ്ടത്. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. 2 ആഴ്ച കഴിഞ്ഞ് ജൂൺ 2 കോവളത്ത് വെച്ചായിരുന്നു റാം മാധവുമായുള്ള കൂടിക്കാഴ്ച. ഇത് 20 മിനിറ്റോളം നീണ്ടു. ഇതുകൂടാതെ ഒരിക്കൽ കൂടി കോവളത്തെ മറ്റൊരു ഹോട്ടലിൽ വെച്ച് ADGPയും റാം മാധവുമായി കൂടിക്കാഴ്ച നടന്നുവെന്നും സൂചനയുണ്ട്. കൂടിക്കാഴ്ചകളെ പറ്റി അറിഞ്ഞിട്ടും ഉദ്ദേശം എന്തെന്ന് ആഭ്യന്തര വകുപ്പ് അന്നൊന്നും തിരക്കിയില്ല. PV അൻവർ നൽകിയ പരാതിയിലും ADGP MR അജിത് കുമാർ നൽകിയ പരാതിയിലും ADGPയുടെ മൊഴിയെടുക്കുന്നത് നിർണായകമാകും. PV അൻവറിന്റെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. അൻവറിന്റെ ആരോപണങ്ങളിൽ അജിത് കുമാറിന്റെ വിശദമൊഴിയാണ് എടുക്കുക. ADGPക്ക് നോട്ടീസ് നൽകുന്നതും പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പരിഗണനയിലുണ്ട്. മൊഴിയെടുക്കുന്നത് വീഡിയോയിലും ചിത്രീകരിക്കും. അതിനുശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ. അജിത് കുമാർ RSS നേതാവിനെ കണ്ടതിന് പോലീസിൽ സ്ഥിരീകരണമുണ്ട്. അന്വേഷണത്തിൽ ഇത് കുരുക്കായി മാറും. അന്വേഷണത്തിൽ തന്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ തന്നെ കേസ് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ADGP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും ഗവർണർക്കുമെതിരെയുള്ള ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് കണ്ടാൽ സർക്കാർ തന്നെ ഇവർക്ക് വേണ്ടി കേസ് നടത്തുന്ന വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ വാദം തെളിയിക്കാൻ അജിത് കുമാറിനായാൽ അൻവറിനെതിരെ കേസ് വരികയും ചെയ്യും. എന്നാൽ അജിത് കുമാറിന്റെ രാഷ്ട്രീയ ഇടപെടലിൽ പോലീസ് മേധാവി എടുക്കുന്ന നിലപാട് നിർണായകവുമാകും. ഇതിനെല്ലാം കവച്ചു വയ്ക്കുന്നതാണ് ADGP MR അജിത് കുമാറിനൊപ്പം മുഖ്യമന്ത്രിയുടെ ആ ഉറ്റ ബന്ധു ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ട്. അത് വരുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഏകദേശം രൂപം കൈവരികയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഉറ്റ ബന്ധു ഉണ്ടായിരുന്നത് കൊണ്ടാണ് സർക്കാരിന് ഇതിൽ കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാത്തതെന്ന് വ്യക്തമാവുകയാണ്. ഇനി ആരാണ് ആ ഉറ്റ ബന്ധു എന്നുള്ളത് അടുത്ത നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലാകും. നന്ദി.